ലൈഫ് മിഷൻ കേസിൽ എം.എ. യൂസഫ് അലിയുടെ മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് നൽകി. മറ്റന്നാൾ ഹാജരാകാമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ വിജേഷ് പിള്ളയ്ക്കെതിരെ കർണാടക പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിൽ ഇടനിലക്കാരനായി എത്തി വിജേഷ് പിള്ള ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ തള്ളി എം.എ. യൂസഫ് അലി. പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ പല ആരോപണങ്ങളും ഉയരും. അതിനെതിരെ ധൈര്യപൂർവ്വം മുന്നോട്ടു പോകും. ഇഡിയുടെ നോട്ടീസിനെക്കുറിച്ച് അത് റിപ്പോർട്ട് ചെയ്തവരോട് ചോദിക്കണമെന്നും സമൂഹമാധ്യമങ്ങളിൽ പറയുന്നത് തന്നെയും ലുലുവിനെയും ബാധിക്കില്ലെന്നും എം.എ. യൂസഫ് അലി. ഇന്ത്യക്ക് പുറത്തും ഏതാണ്ട് 25 കോടി രൂപ ഇന്ത്യയുടെ ഒത്തിരി ശമ്പളം. അപ്പോൾ അവരവരൊക്കെ അതൊന്നും പറഞ്ഞതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. 50 കൊല്ലമായിട്ട് ഏർപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ഭരണഘടനയനുസരിച്ച് എം.എ. യൂസഫ് അലിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് ഗുണകരമായ നടപടിയല്ലെന്ന് ഇ.പി. ജയരാജൻ. യൂസഫ് അലി ലോകത്താകമാനം അറിയപ്പെടുന്ന വ്യവസായ വ്യാപാര ശൃംഖലയുടെ തലവനാണ്. ഏതു ഭരണമായാലും അവരോട് സഹകരിച്ചും ജനക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും നാടിനെ അഭിവൃദ്ധിപ്പെടുത്താൻ അദ്ദേഹത്തിന്റേതായ പങ്ക് നിർവഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ലോകശ്രദ്ധയിൽ നിൽക്കുന്ന വ്യക്തികളെ പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴക്കേണ്ട ഒരു കാര്യവുമില്ലെന്നും ഇ.പി. ജയരാജൻ. മലപ്പുറം കൊളത്തൂരിൽ വൻ ചന്ദനക്കടത്ത് പിടികൂടി. 102 കിലോ ചന്ദനവുമായി 2 പേരെയാണ് പിടികൂടിയത്. കൊളത്തൂർ സിഐ സുനിൽ പുളിക്കലും സംഘവുമാണ് കാറിൽ കടത്തുകയായിരുന്ന ചന്ദനം പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് പോലീസ് ചന്ദനം കണ്ടെത്തിയത്. ആഡംബര കാറിന്റെ പിൻസീറ്റിനടിയിൽ രഹസ്യ അറവുണ്ടാക്കി അതിലാണ് ചന്ദനത്തടികൾ ഒളിപ്പിച്ചിരുന്നത്. മഞ്ചേരി കോട്ടുപറ്റ സ്വദേശി അത്തിമണ്ണിൽ അലവിക്കുട്ടി, ഏറ്റുമാനൂർ പട്ടിത്താന സ്വദേശി സന്തോഷ് എന്നിവരെയാണ് കൊളത്തൂർ സിഐ സുനിൽ പുളിക്കലും സംഘവും അറസ്റ്റ് ചെയ്തത്. നാഗർകോവിലിൽ നിന്നാണ് ചന്ദനം കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. മഞ്ചേരിയിലേക്കാണ് ചന്ദനം കൊണ്ടുപോയിരുന്നത്. മോങ്ങത്തെ ഒരാൾക്ക് കൈമാറാനായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം. ചന്ദനത്തടി രൂപമാറ്റം നടത്തി വിൽപ്പന നടത്താനാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത്. കിലോയ്ക്ക് 40,000 രൂപയിലധികം വിലയുണ്ട് ചന്ദനത്തിനെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് ചന്ദനം കൈമാറിയത്. സംഘത്തിലെ മറ്റുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണത്തിനായി വനം വകുപ്പിനെ കൈമാറുമെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPS അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം.